തുടരെ സംഭാവന നൽകിയവർ മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്ന് BJP നേതാവ്. നമ്മുടെ രാമക്ഷേത്രം മോഷണമുണ്ടല്ലോ, 60 കിലോ വെള്ളിയും 200 കോടിയുടെ അതുക്കും മേലെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മഹാവീരന്മാരെ കുറിച്ചിട്ട് ഈ ക്ഷേത്രത്തിന് സംഭാവന കൊടുത്തവർ മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ഏമാൻ പറയുന്നത്. പക്ഷെ പറയേണ്ടവരൊക്കെ ഇതാ ഉറക്കത്തിലല്ലേ, പിന്നെ എങ്ങനെ പറയും? അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഈ സംഘപരിവാറിനെയും RSSനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയേ നമ്മുടെ മറുനാട് സാജിൻ ചേട്ടൻ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്നത് ഒരു പാവം പിടിച്ചിട്ടുള്ള സംഘപ്രവർത്തകനായിട്ടുള്ള ഒരു സ്വയം സേവക സംഘകനായിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി ഏറ്റുവാങ്ങിയതും പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ നടത്താനായിട്ടുള്ള നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ വക്താവായിട്ടുള്ള ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയായിരുന്നു. അപ്പൊ ഈ ഒരു സഹോദരി ഇത് ചെയ്തതിന് ശേഷം വിസർജനം ചാനലിനകത്ത് ഒരു വാർത്ത വന്നായിരുന്നു അല്ലെ, ഈ പറയുന്ന നാരായണേട്ടൻ RSS പ്രവർത്തകനാണെന്നും സ്വയം സേവക സംഘനാണെന്നും അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, സംഘി ചാനലിൽ പറയുന്നുണ്ട്. പിന്നെ ഈ RSSകാരനാണെന്ന് തെളിയിക്കാനായിട്ടുള്ള എന്തെങ്കിലും രേഖകളുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. സത്യത്തിൽ RSS എന്ന് പറയുന്ന സംഘടന രജിസ്റ്റേർഡ് സംഘടന അല്ല. അതിനകത്ത് വരുന്നവർക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് പകൽ പോലെ സത്യമല്ലേ. പിന്നെ അതിനകത്ത് തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ വേട്ടാവാളിയന്മാരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയായി പിന്നീട് വൈറലായി. അതിനുശേഷം ഇതിൻ്റെ സത്യാവസ്ഥകൾ ഓരോന്നായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഈ ഒരു മനുഷ്യൻ, അയാളിപ്പോൾ സംഘപ്രവർത്തകനല്ല, അല്ലെങ്കിൽ അയാൾ സ്വയം സേവക സംഘകനല്ല, അയാളൊരു ഹൈന്ദവ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഹൈന്ദവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറയുന്ന സേവാഭാരതി എന്തുകൊണ്ടാണ് ഈ 2-2.5 മാസം ഈ ഒരു മനുഷ്യൻ ആ കടയ്ക്കകത്ത് കിടന്ന് അസുഖം പിടിച്ച് ക്യാൻസർ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹം മൊത്തം പൊട്ടി ഒലിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അയാൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ഈ പറയുന്ന സേവാഭാരതി ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ, അവർക്ക് ഒരുപാട് ഇത്തരമുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോകാൻ ഇവരാരെങ്കിലും തയ്യാറായോ? ഒരാളും തയ്യാറായില്ല. അവസാനം വേണ്ടി വന്നത് ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയാണ്. ആ സഹോദരി അവരുടെ സംഘടനയും അത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബന്ധുക്കളെയും ഇവരെ എല്ലാം അറിയിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ സഹോദരി അവിടുത്തെ ഒരു പൂജാരിയുമായി ബന്ധപ്പെടുന്നു. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാളെ വിട്ടുകൊടുത്തു. അയാളുടെ ബൈറ്റാണ് നമ്മളെല്ലാവരും കേട്ടത്. അപ്പോൾ ഈ സംഘപരിവാറിനെയും RSSനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇച്ഛായം കാണിക്കുന്ന ആ ഒരു വെപ്രാളം കാണുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, ഷെയിം എന്നല്ലാതെ നമുക്ക് എന്താ പറയുക. പിന്നെ മാസാമാസം ഉരുട്ടി ഇവൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവരെ ഒന്ന് പൊക്കി അടിക്കണമല്ലോ. അതിനുവേണ്ടിയാണ് ഇവൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വെറുപ്പിന് വിധേയമായിരിക്കുന്ന ഒരു പ്രസ്ഥാനം RSS ആണ്. നിർഭാഗ്യവശാൽ RSSനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തെക്കുറിച്ച് പോലും ഇത്രയധികം കഥകൾ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. വഴിയെ പോകുന്ന കയ്യേൽ ചരട് കെട്ടിയവരും കുറി തൊട്ടവരും ഒക്കെ RSS ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം നുണക്കഥകൾ ഒരടിസ്ഥാനവുമില്ലാതെ ഇവിടെ പ്രചരിക്കുന്നത്. ചിലർ ബോധപൂർവം ഇത്തരം നുണക്കഥകൾ സൃഷ്ടിക്കാൻ മത്സരിക്കുകയും ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നുണകൃഷി നടക്കുന്നത്, നുണ വ്യാപാരം നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കാസർഗോഡ് ഉപ്പളയിലുണ്ടായ ഒരു നാരായണൻ്റെ മരണവും സംസ്കാരവും. നാരായണൻ ഒരു പഴയ RSS പ്രവർത്തകനാണ് എന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അതിന് തെളിവൊന്നും ആരും പുറത്തുവിട്ടിട്ടില്ല. നാരായണൻ രോഗബാധിതനായി മരിക്കുന്നു. വായിൽ ക്യാൻസറായിരുന്നു, മരിച്ചുപോയി. നാരായണൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ RSSകാർ വിസമ്മതിച്ചു. തെരുവിൽ അനാഥമായി കിടക്കാതിരിക്കാൻ നാരായണൻ്റെ മൃതദേഹം അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തു. അവർ തന്നെ ചിതയൊരുക്കി. കേരളത്തിൽ മഹത്തായ മതേതരത്വമുണ്ടായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മറുനാടിൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ അടിയിലൊക്കെ പലരും വന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ കാസർഗോഡ് സംഭവം, ഒരു വീഡിയോ ചെയ്യുന്നില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഈ സംഭവം അങ്ങനെ തന്നെ എങ്ങനെയാണോ ഈ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചത്. മറുനാടനും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് യാഥാർത്ഥ്യം അന്വേഷിക്കാറുണ്ട്. വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു ചെറിയ സംഭവത്തെ തങ്ങളുടെ അജണ്ടയ്ക്ക് അനുസൃതമായി RSS വിരുദ്ധമായി തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുന്നത്, ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണിത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഏതാണ്ട് 2 ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് RSS വിരോധത്തിൻ്റെയും ഇസ്ലാമിക സൗഹാർദ്ദത്തിൻ്റെയും ഇസ്ലാമിക മതേതരത്വത്തിൻ്റെയും കഥകളാണ്. അതിലൊരു കഥ മാത്രം വായിച്ചു കേൾപ്പിക്കാം. സിസിലി KF എന്ന പേരിൽ വന്നതാണ്. അത് ഒറിജിനൽ പേരാവണോ നിർബന്ധമൊന്നുമില്ല. ഹിന്ദുവിനെ ഉണർത്തുന്ന ശശികല എവിടെ? കാസർഗോഡ് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം. കണ്ണു തുറപ്പിക്കട്ടെ കാസർഗോഡ് സംഭവം. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ
മനുഷ്യർ മനുഷ്യനെ വേർതിരിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും പുറത്തു വന്നൊരു സംഭവം നമ്മുടെ സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട വലിയ സന്ദേശമാണ് നൽകുന്നത്. ആരോരുമില്ലാതെ മരണപ്പെട്ട 67 വയസ്സുകാരനായ മുൻ RSS പ്രവർത്തകൻ കുമാരൻ എന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ സ്വന്തം എന്ന് പറയാൻ പോലും ആരും മുന്നോട്ട് വന്നില്ല. കുമാരനല്ല, നാരായണനാണ്. 67 വയസ്സിൽ 64 വയസ്സേ ഉള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവോടെ അന്ത്യയാത്ര ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ എന്ന ജനപ്രതിനിധിയായിരുന്നു. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തട്ടമണിഞ്ഞ മുസ്ലിം വനിത സ്വന്തം കൈകൊണ്ട് ചിതയിലേക്ക് വിറകെടുത്ത് വയ്ക്കുകയും ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. മനുഷ്യനെ മതം കൊണ്ടല്ല മനുഷ്യത്വം കൊണ്ടാണ് വിലയിരുത്തേണ്ടതെന്ന് സ്വന്തം പ്രവർത്തിയിലൂടെ അവർ സമൂഹത്തോട് പറഞ്ഞു തന്നു. ഇത് സിസിലി എഴുതിയതല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊന്ന് സിസിലി ഷെയർ ചെയ്തതിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. വാസ്തവത്തിൽ ഇതൊന്നുമായിരുന്നില്ല സംഭവം. കുടുംബവുമായി പ്രശ്നമുള്ള നിരവധി ആളുകളുണ്ട്. അവർ കുടുംബം വിട്ടിറങ്ങി മരിക്കുമ്പോൾ പിടിവാശിയോടെ ചില വീട്ടുകാർ അവരെ ഗൗനിക്കാതിരിക്കും. ഇതാണ് നാരായണന്റെ കാര്യത്തിൽ സംഭവിച്ചത്. നാരായണനെ ഏറ്റെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചത് ഇർഫാന എന്ന ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അവിടെ വെച്ച് മരിച്ചപ്പോൾ മൃതദേഹവും വേണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി അവർക്ക് കൊടുത്തു. ഇവർ ആദ്യം ബന്ധപ്പെട്ടത് ആശ്രമത്തിലാണ്. ആശ്രമം സേവാഭാരതി അറിയിച്ചു. സേവാഭാരതി എന്ന RSSന്റെ പോഷക പ്രസ്ഥാനം എവിടെയും ഹിന്ദു മരിച്ചാൽ മൃതദേഹം എല്ലാ ഉത്തരവാദിത്വത്തോടെയും സംസ്കരിക്കുന്ന പതിവുണ്ട്. അതിനവർ മറ്റൊന്നും നോക്കാറില്ല. അതേ ഉത്തരവാദിത്വത്തോടെ അവരെത്തി. സേവാഭാരതി പ്രവർത്തകർ അവരുടെ ചെലവിൽ ചിതയൊരുക്കി. അവർ തന്നെയാണ് തീ കൊളുത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. എന്നാൽ നാരായണനെ ഏറ്റെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതും മൃതദേഹം ആംബുലൻസിൽ ഇവിടെ എത്തിച്ചതും ഇർഫാനിന്റെ നേതൃത്വത്തിലായിരുന്നു. അവർ സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന ആളാണ്. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹിക സംഘടന നടത്തുന്നയാളാണ്. അതുകൊണ്ട് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അവർ അത് ഏറ്റെടുത്തതിൽ അതിശയമൊന്നുമില്ല. എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അവിടെ ചിതി ഒരുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് ആ വിളക്ക് കയ്യിൽ മേടിച്ച് അതിന്റെ ചിത്രമെടുത്തിട്ട് വാർത്ത സൃഷ്ടിച്ചവരാണ് ഇവിടെ ഹിന്ദു സമുദായത്തെയും RSSനെയും അപമാനിക്കാൻ ഒരു ആയുധമാക്കി മാറ്റിയത്. വാസ്തവത്തിൽ ഇവിടെ കുത്തിത്തിരിവ് നടത്തിയതും വർഗീയത നടത്തിയതും ഇർഫാനയെ പിന്തുണയ്ക്കാൻ രംഗത്തിറങ്ങിയവരാണ്. ഇർഫാനയുടെ ചിത്രം പുറത്തുവിട്ടവർ കൃത്യമായ കുത്തിത്തിരിപ്പുകാരും വർഗീയ വിദ്വേഷികളുമാണ്. RSSന് അടിക്കാനുള്ള ഒരു ആയുധമായി അവർ അത് ഉപയോഗിച്ചു. ഈ ചിത ഒരുക്കാൻ നേതൃത്വം കൊടുത്ത ചിത കൊളുത്തിയ സേവാഭാരതി പ്രവർത്തകൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. സിലിക്കൺ ബോക്സിന് ചേമ്പറിൻ്റെ അടിയിൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഓല വെച്ചിട്ടുണ്ട്. ആ ഓലയ്ക്ക് ഞാൻ തീ കൊടുത്തത്. തീ കൊടുത്തിട്ട് തീ കത്തിച്ച ശേഷം പിന്നെ തലേൻ്റെ അവിടേക്ക് വരണം. തലേൻ്റെ അവിടേക്ക് അപ്പോൾ ആ തീ വെച്ച ചൂറ്റ് അവിടെ ഉണ്ട്. ആ ചൂറ്റനെ ഇർഫാന ഇക്ബാൽ പിടിച്ചു. ഇക്ബാൽ അതൊരു ഫോട്ടോ എടുത്തു. ഞാനത് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തലേൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ ഈ ചൂറ്റ പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഈ സമ്പൂർണ്ണ മറ്റേ ദഹന വരെ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ നാരായണൻ്റെ ശവദാനത്തിൻ്റെ എല്ലാ ചെലവും എല്ലാ സേവാഭാരതി മംഗൽപാടിയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു മരത്തിൻ്റെ വിറകിൻ്റെ കഷ്ണം വെച്ചതും ഞാൻ കത്തിച്ച ചൂട്ടനൊന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തതും അല്ലാതെ ഈ ഇവിടുത്തെ സംസ്കാരത്തിൽ ഓരോ വലിയൊരു പങ്ക് ഒന്നുമില്ല. എല്ലാ സേവാഭാരത്തിൻ്റെതാണ്. കൊടുക്കുന്ന കാശിന് നല്ല വൃത്തിയായിട്ട് നക്കി വെളുപ്പിക്കുന്ന ഒരു ഒന്നാന്തരം ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഒരു ക്രിസംഖിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. കാരണം ഒരു വാർത്ത ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടേ ഈ വെട്ടാവിളിന് ഇത് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇന്നലെ തൊട്ട് മാധ്യമങ്ങളിലെല്ലാം ഈ സേവാഭാരതിയുടെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് ബദലായി ഇർഫാന ഇക്ബാൽ തന്നെ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ നക്കി വെളുപ്പിക്കുന്ന ഇവനെ പോലുള്ളവനെയൊക്കെ നമ്മൾ ഇനി എന്താണ് പറയണ്ടല്ലേ? ഇതിന് മാധ്യമ പ്രവർത്തനം എന്നാണോ നമ്മൾ പറയുന്നത്? അതിനൊരു പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി ഈ ഒരു മനുഷ്യൻ്റെ ബോഡി ഏറ്റുവാങ്ങുകയും അത് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുകയും അത് ഈ സംഭവങ്ങൾ ചെയ്യുകയും ഒരു പൂജാരി മുഖേന ഒരാളെ ഇതിനു വേണ്ടി അവർ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ആളാണ് വന്നിരുന്നുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞത് ഇതെല്ലാം ചെയ്തത് സേവാഭാരതിയാണെന്നുള്ളത്. എന്തു ആയിക്കോട്ടെ, എല്ലാം ചെയ്തത് സേവാഭാരതി ആയിക്കോട്ടെ, ഇനി സേവാഭാരതി ആകാതിരുന്നോട്ടെ. ഈ 2-2.5 മാസത്തോളം ഈ മനുഷ്യൻ ആ കടമുറി കിടന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇവർ ആരും വന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാഞ്ഞത്? എന്തായാലും സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്യുന്ന ഈ മഹാമനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും സത്യസന്ധമായിട്ടുള്ള വീഡിയോകൾ തന്നെയാണ്. ഒരാളെ കുറിച്ചിട്ട് മോശം പറയാത്ത, സമൂഹത്തിൽ നന്മകൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മലനാടൻ ഇച്ചായിൻ്റെ ഈ ഒരു വീഡിയോയ്ക്കുള്ള കമൻറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും